ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മൾ ഹണി റോക്ക് റിസോർട്ടിൽ നിന്നും അവിടെ ഒരു തുഷാരഗിരി വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ മൂന്നാമത്തെ വാട്ടർഫോൾസിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ ആയിരുന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ ആ ഒരു ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോകുന്നുണ്ട്. അവിടുത്തെ രസകരമായ കാഴ്ച നിങ്ങളും കണ്ടു നോക്കൂട്ടോ. പരിചിതരായ മുഖങ്ങളെ കാണാനായിരിക്കും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം പരമാവധി. ഏതായാലും തുഷാരഗിരി പുതിയൊരു ചരിത്രത്തിലൊരു പുതിയ ഏടിലേക്ക് കടക്കുകയാണ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, ഇവിടുത്തെ ടൂറിസം പ്രൊമോട്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വയനാട്ടിലൊക്കെ ധാരാളം ടൂറിസം പരിപാടികൾ, ഡെസ്റ്റിനേഷൻ പ്രൊമോഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും പുതിയ ഡെസ്റ്റിനേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെയും വിവിധ മേഖലകളെ, ഗ്രാമീണ മേഖലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനെ എക്സ്പ്ലോർ ചെയ്ത് അത് ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നിറവേറ്റും എന്ന് നിങ്ങളോട് വാക്ക് തരികയാണ്. സ്വൽപ്പൊടി പൊക്കി പിടിച്ചോ. ഓക്കെ ഓക്കെ, ആള് മറിയാണ്ടിരുന്നാൽ മതി. എല്ലാവരും കൈയടിച്ചോ. ഓക്കെ, താങ്ക് യു. നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ മക്കളെ, അടിപൊളി വെള്ളച്ചാട്ടം. ക്ഷീണിച്ചോ? പ്രായമായി എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചോ. എന്താ മോശമായി? ആ, അതാണ്. ആഹാ, എന്ത് രസം. നല്ല മനോഹരമായ വെള്ളച്ചാട്ടം. ഓ, എന്ത് രസാ. ആ മണ്ടേന്ന് ഒലിച്ചിറങ്ങി വരുന്നതാണ്. കുളിക്കാനുള്ള നല്ല സ്ഥലമുണ്ട്, നല്ല ലേക്കാണ്, വെള്ളം നിറയ്ക്കുന്നു. അടിപൊളി. അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ. സംഭവം നല്ല രസമായിട്ട് മക്കളെ, മുതലായി. വൈബ് സെറ്റ് തന്നെ. ആ, ഇത് കുലുങ്ങണ്ട്. ഇത് തൂക്കുപാല. ആ, കുലുങ്ങണ്ട്. ഇതാണ് കേട്ടോ മക്കളെ, ഒരു വിശാലമായ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, വളരെ വലിയൊരു മരം, പഴയ ഒരുപാട് കാല പഴക്കമുള്ള മരമാണ് പോലെ, വലിയ ഒരു മരം. ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് മരമാണ് സത്യം പറഞ്ഞാൽ. ആഹാ, ഇതാട്ടോ മരം. മരത്തിൻ്റെ ഉള്ളിൽ ഇത് ആൾക്കാർ. എടാ, ഇതീ കൂടെ നോക്കേ, ഇതീ കൂടെ നോക്കേ, നീ കൂടെ നോക്കേ. എടാ, നീ കൂടെ നോക്കേ. അതോ മരത്തിന്റെ ഉള്ളിലാട്ട ഒരാള്. അതാ മരത്തിന്റെ ഉള്ളില് കൊറേ ആൾക്കാര്. യാ മോനെ പൊളി. ആ, അതിൻ്റെ ഉള്ളിൽ കൂടെ പോന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. സെറ്റ് സെറ്റ്. ഇതാട്ടെ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. ആ, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമുണ്ട് കേട്ടോ. കണ്ടോ കാണി, ഒരു ഓട. എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ഒരു ഗുഹയിലോട്ട് പോകുന്ന പോലെ. അതിൻ്റെ മണ്ട കാണുന്നില്ലേ? ചേച്ചി ഒന്ന് മാറിന്നേ. പെരപ്പെര
കണ്ടോ അതിന്റെ ഏറ്റവും മണ്ടാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര സെറ്റപ്പ് ആയിട്ടോ. ഇതിന്റെ ശരിക്ക് ഫുൾ ചേച്ചി ഇവിടെ ഉണ്ട്. ഇതിന്റെ ഉൾഭാഗം പുറം ഭാഗം ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് കണ്ട ആ ഒരു ഹൈറ്റ് കണ്ടോ, ഇത്രയും ഹൈറ്റിന്റെ മുകളാണ് നമ്മളെ കണ്ടിരുന്നത് കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ലതാ. അതിന്റെ ഏറ്റവും മണ്ട ഭാഗമാണ് നമ്മളെ കണ്ടിരുന്നത്. എന്താണ് എന്താ പറഞ്ഞ ചേര് പൊള്ളിയാ താന്നിയിൽ ചാരിയാ മതി എന്ന് പറയാം. ചേര് പൊള്ളൂലേ, ചേര് പൊള്ളിയാല് താന്നിയിൽ എങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്, അറിയില്ല. ചേരും താന്നി ഇതെന്ത് മുത്തശ്ശി എന്ന് പറഞ്ഞേ? ഇതിന് വേറെ എന്തോന്ന് പറഞ്ഞല്ലേ നിങ്ങള്? താന്നി മുത്തശ്ശി എന്നാണ് പേര്. അത് ശരി. അത് 200 വർഷം പഴക്കമുണ്ട്. പിന്നെ ഇതിനുള്ളിൽ മുഴുവൻ പൊള്ളയാണ്. 4 പേർക്ക് ഉള്ളിൽ ഒരേ സമയം കയറി നിൽക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. വനംവകുപ്പ് സംരക്ഷിച്ചു വരുന്നതാണ്. അത് ശരി. പിന്നെ ഈ പ്രകൃതിയെ അതിമനോഹരിതമാക്കുന്ന വെള്ളച്ചാട്ടം, അതൊരു രക്ഷയില്ല. ആ ഒരു സൗണ്ട്, ആ ഒരു വെള്ളമൊഴുക്ക്, വെള്ളം ഒഴുകുന്നത് കാണാൻ തന്നെ പ്രത്യേക രസമാട്ടോ. നല്ല അടിപൊളി വെള്ളച്ചാട്ടം. തന്നെ അപ്പൊ അങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? അതാ കേട്ടോ. ഇവിടെ ഒരു എർമാടന്മാർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സംഭവമുണ്ട്. ഇങ്ങളിലും വലിയ മൂർഖനാ. അത് ശരി. ഞങ്ങൾ ഇന്നലെ സെറ്റാക്കിയാണേ. നിഷത്ത് അറിഞ്ഞിട്ടില്ല. അത് നിഷത്താനെ കാണാതെ വിളിച്ചത് അന്വേഷിക്കാം. ഇവലിപ്പൊ പറയണ്ട, ഇവല് കേക്കും.